ക്രിസ്തുവിനായിട്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് 10 കന്യകമാരുടെ ഉപമയാണ്. നമ്മൾ ഒരുപാട് തവണ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. 5 പേര് വിവേകമുള്ളവരും 5 പേര് വിവേകമില്ലാത്തവരും. എന്തുകൊണ്ടാണ് വിവേകമില്ലാത്തവർ എന്ന് പറഞ്ഞത്? അവര് മണവാളനെ എതിരേൽക്കാനായിട്ട് പുറപ്പെട്ടപ്പോ അവര് വിളക്കുകളോടൊപ്പം എണ്ണ എടുത്തില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ജീവിതത്തിൽ വന്ന ഒരു കുഴപ്പം എന്തായിരുന്നെങ്കിൽ, അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വീഴ്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവർക്ക് ഈ ജീവിതത്തിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു അർത്ഥം അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അൺസർട്ടൻ ആണ് എന്നുള്ളൊരു കാര്യം, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭയങ്കര വ്യത്യാസമായിരുന്നു എന്നുള്ളതാണ്. വിവേകമുള്ള 5 കന്യകമാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു വിവേകമില്ലാതിരുന്ന 5 കന്യകമാരുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അവർ വിചാരിച്ചു, ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ, അല്ലെ? ഇവർ ചിന്തിച്ചത് എന്താണ്? വിളക്കുകൾ എടുത്തു. ഇവര് വിചാരിച്ചു ഈ വിളക്ക് കെട്ടുപോകുന്നതിന് മുമ്പ്, ഇതിലെ എണ്ണ തീരുന്നതിന് മുമ്പ് മണവാളൻ എന്തായാലും വരും എന്നവർ കരുതി, അല്ലെ? പക്ഷെ അവരുടെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നു ജീവിതം അവർക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നത്. കാരണം മണവാളൻ വരുമ്പോഴേക്കും ഇവരുടെ വിളക്കിലെ എണ്ണ തീർന്നിരുന്നു. മണവാളൻ വരുന്ന സമയത്ത് വിവേകമുള്ള കന്യകമാര് ഉടനെ മണവാളിനെ എതിരേൽക്കാനായിട്ട് പോയപ്പോ ഇവര് പറയുകയാണ്, ഞങ്ങളുടെ ഈ വിളക്ക് അടഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ കുറച്ച് എണ്ണ ഞങ്ങൾക്ക് തരിക എന്ന് പറയുകയാണ്. ഇവരുടെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മൾ ഇന്നത്തെ സുവിശേഷമാണ് നമ്മളെ പഠിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങും. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഏത് സമയവും ദൈവത്തില് ആശ്രയിച്ച് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നിന്റെ ജീവിതം നിന്റെ കൈപ്പിടിയിലല്ല. നമ്മൾ ഇന്നത്തെ സുവിശേഷമായി ചെയ്യുമ്പോൾ ഈ ഒരു ചിന്തയോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്